അൻവർ കറിവേപ്പിലയ്ക്ക് തുല്യമെന്ന് പിണറായി വിജയൻ. അഭിമാനം ആരുടെ മുമ്പിലും പണയം വെക്കില്ല വി.ഡി. സതീശൻ. അല്ല ആചാരെ, ഈ അൻവറിന്റെ ഗതി എന്താവും? അതോ ഗതി തന്നെ, അല്ലാണ്ട് എന്താ? വായേല് തോന്നിയത് കോതയ്ക്ക് പാട്ട്, അതല്ലേ അൻവറിന്റെ അവസ്ഥ. അപ്പൊ പിന്നെ ആരാ അയാളെ സ്വീകരിക്കുക? അതിപ്പോ നിങ്ങളുടെ മുന്നണിയിൽ ഉണ്ടായിരുന്നപ്പോൾ അൻവർ മഹാൻ, നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ അൻവർ മോശക്കാരൻ. ഇത് നിങ്ങളുടെ സ്ഥിരം പല്ലവിയല്ലേ ഹാജരെ? പണം കായ്ക്കണ മരാണെങ്കിലും പെരയ്ക്ക് മോളി വന്ന മുറിച്ച് മാറ്റണ്ടേ മാഷേ? കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊല്ലിച്ചു വിട്ടതും നീയേ ചാപ്പ. അൻവറാൻ നിങ്ങളുടെ മുന്നണിയിലായിരുന്നപ്പോ നിങ്ങൾക്ക് വേണ്ടി അയാൾ കുറേ ആൾക്കാരെ തെറി വിളിച്ചിട്ടുണ്ട്. ആചാര്യ പാർട്ടിക്കാരെ ഒരുപാട് സ്വതന്ത്രന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്, MLA ആക്കിയിട്ടുണ്ട്, വലുതാക്കിയിട്ടുണ്ട്. അതിപ്പോ ഹാജരെ, നിങ്ങളുടെ പാർട്ടിക്കാർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സ്വതന്ത്രന്മാരും നിങ്ങൾക്ക് നല്ല പണി തന്നിട്ടേ പോയിട്ടുള്ളൂ. രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണെന്നല്ലേ മാഷേ ചിന്തകന്മാർ പറഞ്ഞിട്ടുള്ളത്? ആചാരെ, അതൊക്കെ പണ്ടത്തെ രാഷ്ട്രീയം. ഇപ്പോഴത്തെ രാഷ്ട്രീയേ അവസരവാദികളുടെ കലയാണെന്നേ ചിലർക്ക് അഭിപ്രായമുണ്ട്. നിലമ്പൂരിലെ തിരുമേനിയുടെ പാർട്ടിക്ക് കെട്ടിവെച്ച കാശ് കിട്ടുമോ ആവോ? ആ സംബന്ധം പറയാതിരിക്കുക. ഇത്തവണ നിലമ്പൂരില് വലതും ഇടതും വെള്ളം കുടിച്ചിരിക്കും മാഷേ. അതൊക്കെ നിങ്ങളുടെ ഒരു ആശ മാത്ര തിരുമേനിയെ. എം സ്വരാജിനെ പോലുള്ളൊരു പോരാളിയുടെ മുന്നിൽ നിങ്ങൾ 3 കൂട്ടരും അടിയറവ് പറയും, കണ്ടോ? ഹാജരെ, ആദ്യം ഒരു സ്വതന്ത്രനെ തപ്പി, പിന്നെ മറ്റു മുന്നണികളിൽ നിന്ന് ആരെയെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കി. ഇത് രണ്ടും സാധിക്കാതെ വന്നപ്പോഴല്ലേ സ്വരാജിനെ ഇറക്കിയത്. ഇതല്ലേ ഹാജര്യ സത്യം? അത് നിങ്ങളുടെ സത്യം. യഥാർത്ഥ സത്യം എന്താന്ന് വോട്ടെണ്ണി തീരുമ്പോൾ അറിയാം. ആചാരെ, ഇത്ര ഉറപ്പ് പറഞ്ഞ സ്ഥിതിക്ക് സ്വരാജിന് എത്ര വോട്ട് കൂടി കിട്ടുമെന്ന് അങ്ങോട്ട് പറയാ. നിങ്ങളൊന്ന് ചൊറിയാണ്ടിരിക്കപ്പാ. 10-20 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആവും. നിങ്ങൾ കണ്ടോ? പാലക്കാട്ടും നിങ്ങളുടെ വലിയ നേതാവ് ക്രിസ്റ്റൽ ക്ലിയർ പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഔട്ട്. അത് പാലക്കാട്, ഇത് നിലമ്പൂര്. ഇവിടത്തെ കാലാവസ്ഥ ഒന്ന് വേറെയാണ് മാഷേ. അയ്യേ, അപ്പൊ നിലമ്പൂര് കേരളത്തിലല്ലെന്നാണോ ഹാജര് പറയണേ? മാഷേ, അന്തോണി മാഷേ, വല്ലാണ്ട് ഊതല്ലേ. ഞമ്മള് ഒത്തിരി തെരഞ്ഞെടുപ്പുകൾ കണ്ടതാ.